ഇനിയിപ്പോൾ കാവ്യങ്ങളും കേൾക്കണം. ആരെക്കുറിച്ചെന്നല്ലേ? മറ്റാരുമല്ല, നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെ. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മഹാകാവ്യം രചിച്ചിരിക്കുകയാണ് സംസ്കൃത പണ്ഡിതൻ. ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ നിന്നുള്ള സംസ്കൃത പണ്ഡിതനായ സോമനാഥ് ദാഷാണ് മോദിയെ കുറിച്ച് മഹാകാവ്യം രചിച്ചിരിക്കുന്നത്. നരേന്ദ്ര ആരോഹണം എന്ന് പേരിട്ടിരിക്കുന്ന മഹാകാവ്യത്തിന് 700 പേജുകളാണുള്ളത്. 12 അധ്യായങ്ങളിലായി 1200 ശ്ലോകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. തിരുപ്പതിയിലെ നാഷണൽ സംസ്കൃത സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് സോമനാഥ് ദാഷ്. കഴിഞ്ഞയാഴ്ച ഗുജറാത്തിലെ വെരാവലിൽ നടന്ന യുവജനോത്സവത്തിലാണ് മഹാകാവ്യം അനാവരണം ചെയ്തത്. മഹാകാവ്യത്തിലെ ശ്ലോകങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ജീവിതവും പ്രവൃത്തിയുമാണ് മഹാകാവ്യത്തിന്റെ ഇതിവൃത്തം. സാധാരണ പൊതുപ്രവർത്തകനിൽ നിന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ പദവികളിലേക്ക് ഉള്ള മോദിയുടെ ജീവിതയാത്ര, ബാല്യകാലം തുടങ്ങി മോദിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മഹാകാവ്യത്തിൽ ഉണ്ട് എന്നാണ് രചയിതാവ് അവകാശപ്പെടുന്നത്. മഹാകാവ്യം പൂർത്തിയാക്കാൻ 4 വർഷം വേണ്ടി വന്നു എന്നാണ് 48കാരനായ സോമനാഥ് ദാഷ് പറയുന്നത്. എളിമയുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. മോദിയുടെ പോരാട്ടങ്ങളും സന്യാസ രാഷ്ട്രീയ യാത്രയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് പ്രചോദനമാണ്. അതിനാലാണ് താൻ സംസ്കൃതത്തിൽ അത്തരമൊരു വ്യക്തിത്വത്തെക്കുറിച്ച് എഴുതാൻ നിർബന്ധിതനായത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. 4 വർഷത്തിനിടെ പുസ്തകങ്ങൾ, ജേണലുകൾ, മോദിയുടെ പ്രസംഗങ്ങൾ, റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്ത് എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്നും സോമനാഥ് ദാഷ് പറയുന്നുണ്ട്. മോദിയെ വ്യക്തിപരമായി ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല എന്നും സോമനാഥ് പറഞ്ഞു വെക്കുന്നു. ഇത്രമാത്രം മോദിയെ പാടി പുകഴ്ത്താനുള്ള കാരണം പക്ഷേ വ്യക്തമല്ല. ഒരു പക്ഷേ മോദി കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളുമാകാം ഇതിന് ആധാരം. തന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ താൻ ആദ്യം വിളിക്കുന്നത് തന്റെ അമ്മയെ ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഞാൻ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ത്രിവർണ പതാക ഉയർത്താൻ പോയപ്പോൾ പഞ്ചാബിലെ ഫഗ്വാരയിൽ ഞങ്ങളുടെ വാഹന വ്യൂഹം ആക്രമിക്കപ്പെടുകയും വെടിയുതിർക്കുകയും ചെയ്തു. നിരവധി പേർ കൊല്ലപ്പെട്ടു. എല്ലാവരും പിരിമുറുക്കത്തിലായിരുന്നു. അക്കാലത്ത് ലാൽ ചൗക്കിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. പതാക ഉയർത്തിയതിനു ശേഷം ഞങ്ങൾ ജമ്മുവിലേക്ക് വന്നു. അവിടെ നിന്ന് ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ അമ്മയെയായിരുന്നു. എനിക്കത് സന്തോഷത്തിന്റെ ഒരു നിമിഷമായിരുന്നു. അമ്മ വിഷമിച്ചിരിക്കുമെന്ന് ഞാൻ കരുതി. ഇന്ന് ആ കോളിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് മോദി പറഞ്ഞത്. നേരത്തെ തെറ്റുകൾ സംഭവിക്കാം, ഞാൻ ദൈവമല്ല മനുഷ്യനാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ മോദി പറഞ്ഞു വെക്കുന്ന ഇത്തരം സംഭാഷണങ്ങളാകാം പുതിയ കാവ്യങ്ങൾക്കുള്ള മറ്റൊരു സ്രോതസ്. ഇതിനിടയിൽ മോദി ഭരണം എത്ര നാൾ എന്ന ചോദ്യവും ഒരുപക്ഷം ഉയർത്തുന്നുണ്ട്. ചിലർ ഇതെല്ലാം തമാശയായി കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്.